നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ. കാർഷിക മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന ഭൂരിപക്ഷം പദ്ധതികളും കൃഷി ആരംഭിക്കുന്നതിനുള്ള പ്രോത്സാഹനവും പിന്തുണയുമാണ്. എന്നാൽ കർഷകൻ ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളി വിളവെടുത്ത ഉൽപ്പന്നത്തിന് വിപണി ലഭിക്കാത്തതും ന്യായവില ലഭിക്കാത്തതുമാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യം ഇല്ലാത്തതുകൊണ്ടോ വിപണി ഇല്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് വിപണിയിലെ മാഫിയവൽക്കരണവും മോണോപോളിയുമാണ്. ഉദാഹരണത്തിൽ കുട്ടനാട്ടും പാലക്കാട്ടും നെല്ല് വിളവെടുത്ത് റോഡരികിൽ കിടന്ന് നശിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വാങ്ങി മലയാളി ഭക്ഷിക്കുന്നു. കേരളത്തിൽ വിളയുന്ന കോടിക്കണക്കിന് മൂല്യമുള്ള ചക്ക പറമ്പിൽ കിടന്ന് നശിക്കുകയാണ്. വ്യവസായ ഉൽപ്പന്നമായ പശ ഉൽപാദനത്തിനുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത മൈദ വാങ്ങി മലയാളി വയറ് നിറയെ ഭക്ഷിക്കുന്നു. ശേഷം ജീവിതശൈലി രോഗങ്ങൾ പേറി രാവിലെ തെരുവു പട്ടികളുടെ കടികൊള്ളാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും നിർദ്ദേശിച്ച പ്രകാരം മലയാളിയുടെ പ്രഭാത നടത്തം. ഇപ്പോഴത്തെ നൂതന വിളയായ റംബൂട്ടാൻ കൃഷി ചെയ്ത് വിളവെടുക്കാൻ മലയാളി പരാജയപ്പെടുകയാണ്. അയൽ സംസ്ഥാനത്ത് നിന്നും വ്യവസായികൾ 100 മുതൽ 150 രൂപ വിലയ്ക്ക് കർഷകരിൽ നിന്നും വില പറഞ്ഞ് ഉറപ്പിച്ച് വിലയിട്ട് ലാഭമെടുത്ത് മറ്റ് കച്ചവടക്കാർക്ക് വിൽക്കുന്നു. അവർ പാകമായ റംബൂട്ടാൻ പറിച്ചെടുത്ത് പ്രാദേശിക വിപണിയിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും വിപണനം ചെയ്യുകയാണ്. കർഷകൻ ഒരു വർഷം പരിചരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന റംബൂട്ടാന് കർഷകന് ലഭിക്കുന്നത് 100 രൂപ മുതൽ 150 രൂപ വരെ. റംബൂട്ടാൻ വിപണി കേരളത്തിൽ 300, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ 400-ന് മുകളിലും വിദേശത്ത് 600-ന് മുകളിലും വിലയുണ്ട്. കർഷകന് ലഭിക്കുന്ന വിലയും വിപണി വിലയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് കർഷക കൂട്ടായ്മകൾ ഉണ്ടായേ മതിയാകൂ. റംബൂട്ടാൻ കൃഷിയിലുള്ള മറ്റൊരു പ്രതിസന്ധി മരത്തിൽ നെറ്റിടലാണ്. ചെറുകിട കർഷകരുടെ മരങ്ങളിൽ വലയിടുന്നതിന് വ്യവസായികൾ താല്പര്യം കാണിക്കാറില്ല. ഫലമോ ചെറുകിട കർഷകർ കിളികളെയും അണ്ണാനെയും എലിയെയും പേടിച്ച് പഴം പാകമാകുന്നതിന് മുമ്പ് വിളവെടുത്ത് കിട്ടിയ വിലയ്ക്ക് കൊടുക്കും. അതിലൂടെ വിപണി ഇടിയുന്നതിന് കാരണമാകും. വലിയ തോട്ടങ്ങൾ നിലവിൽ മുൻകൂട്ടി വിൽപ്പന നടക്കുന്നത് കൊണ്ട് അവരെ ഈ പ്രതിഭാസം ബാധിക്കില്ല എന്നാണ് ധാരണ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ബാധിക്കുന്നത് വൻകിട കർഷകരെ തന്നെയാണ്. കാരണം ഒരു മരം കൃഷി ചെയ്യുന്ന കർഷകൻ അവരുടെ ആവശ്യം കഴിഞ്ഞുള്ള പഴം പാകമാകുന്നതിന് മുമ്പ് കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുമ്പോൾ അടുത്ത വർഷം വൻകിട കർഷകരിൽ നിന്നും വ്യവസായികൾ വാങ്ങുന്ന വിലയിൽ കാര്യമായ കുറവ് വരുത്തും. ചെറുകിട കർഷകർ കാര്യമായ പരിചരണമോ മുതൽ മുടക്കോ കൂലിക്ക് ആളെ നിർത്തിയോ അല്ല കൃഷി ചെയ്യുന്നത് എന്നതുകൊണ്ട് ചെറുകിട കർഷകരെ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്നത് തടയാനാകില്ല. അതിന് ഏക പരിഹാരം കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ച് വലയിടുന്നതിനുള്ള സൗകര്യം ചെറുകിട കർഷകർക്ക് ലഭ്യമാക്കി ഗുണനിലവാരമുള്ള റംബൂട്ടാൻ സംഭരിച്ച് നേരിട്ട് വിപണനം നടത്തുക എന്നതാണ്. വലയിടുന്നതിന് തൊഴിലാളികളെ പരിശീലിപ്പിച്ച് സ്ഥിരം സംവിധാനം ഒരുക്കേണ്ടതാണ്. വിപണിയും കണ്ടെത്തണം. മറ്റ് ചില സംഘടനകൾ നടത്തുന്നത് പോലെ തൈ വിൽപ്പനയോ ലാഭമെടുക്കലോ നോക്കാതെ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന് ന്യായവില ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി കർഷക കൂട്ടായ്മയുമായി സഹകരിക്കാൻ തയ്യാറാവുക. നന്ദി, നമസ്കാരം.